ഭൂമിയിലെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ഉപവാസമുണ്ട്. ഇങ്ങനെ അനേക ക്രിസ്തീയ മൂല്യങ്ങളുള്ള ശുശ്രൂഷകളുണ്ട്. സ്വർഗത്തിലെത്താറായവരുടെ കൂട്ടത്തിലെ ഒരാളാണ് ഞാൻ. ദൂരമധികമില്ല, നേരവും അധികമില്ല, വീട്ടിലെത്തുവാൻ നേരമാകുന്നു. സ്വർഗത്തിലെത്തിയാൽ പ്രസംഗമില്ല, ഉപവാസമില്ല, പ്രാർത്ഥനകളില്ല. എന്നാൽ പാട്ടുണ്ട്, ആരാധനയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ധാരാളം പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്താൽ അവിടെയുള്ള നിത്യകാല ജീവിതം വളരെ സുഗമം ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രാരംഭമായി നിങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്ത ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ ആകത്തുകയും ആ പാട്ടിൽ ആയിരിക്കുന്നുകൊണ്ട്, സ്വർഗത്തിൽ പോകുന്നവരായതുകൊണ്ട് പാട്ടുപാടാൻ നമ്മൾ വളരെ താല്പര്യം കാണിക്കേണ്ടതുകൊണ്ടും പാടിക്കൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ ആരംഭിപ്പാൻ ഞാൻ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പേപ്പറിനകത്തൊക്കെ കുറേ എഴുതി അടുത്ത് വെച്ചിട്ടാണ്. ആഹാ അംബരം അതിസുന്ദരം, ഓഹോ ഗംഭീരം, പാടി സ്തുത്യമാം അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇതാ വാഴ്ത്തുന്നേ. അഖിലേശനെ ഹിമലേശനെ സകലേശനെ ഇതാ വാഴ്ത്തുന്നേ. ഈ പ്രാർത്ഥന ഏകചിത്തത്താൽ, ഓഹോ കീർത്തനം മഹാ ആർത്തിയാൽ, ഈ പാർത്തലം തന്നിലോർത്തെന്നും ഞങ്ങൾ കീർത്തിക്കും പ്രിയ കർത്തനെ. ഈ പാർത്തലം തന്നിലോർത്തെന്നും ഞങ്ങൾ കീർത്തിക്കും പ്രിയ കർത്തനെ. ആഹാ പാടിടും നിൻ മുൻപാടിടും, ഞങ്ങൾ കൂടിടും സംഘം ചേർന്നിടും. എല്ലാ ഭാഗ്യവും എല്ലാ യോഗ്യവും എല്ലാ മാർഗവും എല്ലാം തന്നോനെ. എല്ലാ ഭാഗ്യവും എല്ലാ യോഗ്യവും എല്ലാ മാർഗവും എല്ലാം തന്നോനെ. പരലോക പാലകനെ നരലോക നിർമ്മിതനെ സുരലോകവാസിതനെ തിരുമുഖം കാണിക്കണേ. ഈ പാട്ട് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഈ പാഠപുസ്തകത്തിൽ ഇല്ല. പഴയ പാട്ടുകളിലൊക്കെ ഇതിൻ്റെ മുന്നിലുള്ള എഡിഷനൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇത് കെ വി സൈമൺ സാർ എഴുതിയ പാട്ടാണ് എന്നുള്ള ചിന്തയിലായിരുന്നു. കാരണം ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ വളരെ ഹൃദ്യമാണ്, ഹൃദയത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്ന വാക്കുകളാണ്. എൻ്റെ കയ്യിൽ സൈമൺ സാർ എഴുതിയ പാട്ടുകളുടെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. ഒന്നിൽ യുസ്തഫ് ജോസഫ് ആയിരിക്കും എന്ന് തോന്നുന്നു. അത് ഇവിടെ അടുത്തുണ്ടായിരുന്ന സഹോദരൻ. ഇനി അത് ആരാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടില്ല. കുറച്ച് സാവകാശമായിട്ട് നമുക്ക് ആരെയും അത് തപ്പിപ്പിടിച്ച് എടുക്കാനായിട്ട് കഴിയും. 77-ാം സങ്കീർത്തനം, അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 77-ാം സങ്കീർത്തനം, അതിൻ്റെ 12 മുതൽ. ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ?
11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഈ പാട്ട് പാടാനും ഈ തിരുവെഴുത്ത് വായിപ്പാനും ഉള്ള കാരണം എന്നുള്ളത് ഇത് സന്ദേശമായി ഭവിച്ചതും വീണ്ടും ഞാൻ ഒരു 10 ദിവസമായി കാണും. എൻ്റെ സഹോദരിയുടെ ഒരിക്കൽ ആലപ്പുഴ പോയായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എൻ്റെ സഹോദരി ആയതുകൊണ്ട് പോയി. ഒരു പകൽ മുഴുവൻ ആ സഹോദരിയോടും അളിയനോടും കൂടെ നിന്നു. അപ്പം ഞാൻ സാധാരണ അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ഈ കായലൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം ആ കായൽ, വേമ്പനാട് കായൽ, പിന്നെ വള്ളംകളി നടക്കുന്ന ഒരു ഇതുണ്ട്, പുന്നമടക്കായൽ. അവിടെ ചെന്നാൽ വളരെ ചെലവ് കുറഞ്ഞ ഉല്ലാസയാത്ര നടത്താനായിട്ട് കഴിയും. എനിക്ക് ദൈവം തന്ന ജോലി ചെയ്യുന്ന കാലത്ത് വിദേശയാത്രകൾ എത്ര വേണേ 16 ട്രിപ്പ് ഒരു വർഷം നടത്തായിരുന്നു. ഞാനങ്ങനൊന്നും നടത്തിയിട്ടില്ല. അത് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഭയങ്കര പൈസ ചിലവ്, ടിക്കറ്റ് മാത്രം കിട്ടിയാൽ പോരാല്ലോ, അതുകൊണ്ട് ചെയ്തില്ല. എന്നാൽ സാധാരണ സഹോദരിയുടെ അരികെ പോകുമ്പോൾ വേമ്പനാട് കായൽ വഴി കൈനഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ അവിടേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കലാണ് ബോട്ട് ചെട്ടി. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് അതേ കയറി ഇരിക്കും, കുറച്ച് യാത്ര ചെയ്യും. വളരെ ചെലവ് കുറഞ്ഞ യാത്രയാണ്. പണ്ട് 5 രൂപയുള്ളായിരുന്നു, ഇപ്പോഴത് 22 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ സഹോദരി പറയും പോകണ്ട, വെള്ളമാ എന്നൊക്കെ പറയും. എനിക്ക് വല്ലതൊരു പേടിയില്ല, കാരണം ഞാൻ ഈ നല്ലവണ്ണം പണ്ട് ചെറുപ്പത്തിൽ അഭ്യസിച്ച ആളാണ്. ഇപ്പോൾ വയറൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും, എന്നാലും വെള്ളത്തിലൊക്കെ വീണാൽ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആ നിലയിൽ മരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഞാനവിടെ പോകുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം നുകരാൻ വേണ്ടിയാണ്. ഞാൻ സാധാരണ അവിടെ ചെല്ലും, ടിക്കറ്റ് എടുക്കും. ഈ പുന്നമടക്കായൽ വഴി ഉള്ള യാത്ര പല സമയങ്ങളിൽ പല ഡെസ്റ്റിനേഷനിലായിരിക്കും ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് സാധാരണഗതിയിൽ അവിടെ ചെല്ലും, നിർത്തും, അതേലും ഒരു കടയിൽ ചെന്നൊരു ചായയോ ഇപ്രാവശ്യം ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച് വീണ്ടും മടങ്ങി വരും, അതിൻ്റെ അകത്ത് ഇരിക്കും, അടുത്ത ബോട്ടിന് കയറി തിരിച്ചു വരും. ഈ ബോട്ട് യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോഴേ തുടക്കത്തിലൊക്കെ കായലാണ്, ഓളങ്ങളൊക്കെ വളരെ കുറവാണ്, ചെറിയ ഓളങ്ങളാണ്. മേഘങ്ങളോട്ട് നോക്കും. ഞാൻ സാധാരണ ഒരു സൈഡിൽ മരം കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലായിരിക്കും ഇരിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്. ഞാനിങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കും, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായിരിക്കുന്ന മേഘം, വിവിധ നിറങ്ങൾ, അതിങ്ങനെ മാറി മറിഞ്ഞ് അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങു ദൂരെ നോക്കുമ്പോൾ ചക്രവാളം, നമ്മളെയായിരിക്കും അവിടെ ആകാശം തീർന്നു എന്ന് വിചാരിക്കും. എന്നാൽ കുറെ കൂടെ അടുക്കുമ്പോൾ വീണ്ടും അതങ്ങ് മാറുക. പക്ഷികളൊക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ ഓളമിട്ട് നടക്കും, വലിയ ചുണ്ടുള്ള കിളികളായിരിക്കും. അത് ഇടയ്ക്ക് വെള്ളത്തിലോട്ട് വന്ന് വീഴും, മീനെ പിടിക്കുന്നത്. എന്നിട്ട് അത് ചാടി വരും, അതിങ്ങനെ പറക്കും. കടൽവാഴകളെന്ന് പറഞ്ഞൊരു സാധനം ഈ വെള്ളത്തിൽ ഇങ്ങനെ ആ ഓളത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പക്ഷികൾ ഓടിയിട്ട് പറന്നിട്ടൊക്കെ വന്ന് ഈ വാഴയിൽ ഇങ്ങനെ ഇരിക്കും. ചെറിയ ചെടികളാണ്, അതിലിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ഈ പക്ഷികളും അതേലൂടെ ഇങ്ങനെ ഒട്ടും ഭയമില്ലാതെ എൻജോയ് ചെയ്യും. നമ്മളെപ്പോലുള്ള സാധുക്കളായ മനുഷ്യര് ഇത് കണ്ട്, അല്ലയോ ദൈവമേ, ഇതാരാ ഉണ്ടാക്കിയത്, ഇതെത്ര മനോഹരമായിരിക്കും. ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ജെറി ഇന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് കുള്ളു മനാലിയിൽ ഈ സഭയിൽ ഏറ്റവും കൂടുതൽ സഭയിൽ നിന്ന് പോയിട്ടുള്ളത് ജെറിയാണെന്നാണ് തോന്നുന്നത്. ഏഞ്ചൽ ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ധാരാളം പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ബുന്ദറിൽ ധാരാളം പ്രാവശ്യം
വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചിലരൊക്കെ അറിയാം, ആദ്യകാലത്ത് ജോലി കയറുമ്പോൾ സ്റ്റാൻഡ് ബൈ ക്യാബിൻ ക്രൂവായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ബുന്ദർ, കുള്ളു മണാലിയിലെ എയർപോർട്ടാണ്, അവിടെ വന്ന് ലാൻഡ് ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളിൽ ചിലരറിയുന്ന പോലെ ഈ പൈലറ്റ്സുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു എനിക്ക് എല്ലാവരുമായിട്ട് നല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഞാൻ ഓഫീസ് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവർക്ക് എന്നോട് നല്ല ബന്ധമാണ്. അപ്പം ഇന്നത്തെ പോലല്ല, അന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഈ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ കൊടുത്ത പാത്രത്തിൻ്റെ പ്ലാസ്റ്റിക് കവറും എല്ലാം കൂടെ മാറി വടാന്ന് എല്ലാം കൂടെ പിടിച്ച് പുറകെ കൊണ്ടിട്ടേച്ച് ഞാനും പോയി കോക്കിട്ടിലങ്ങിരിക്കും. അവിടെ ഒരു സൂപ്പർനോമറി സീറ്റുണ്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുള്ളു മണാലിയിലോട്ട് ഇറങ്ങുമ്പോൾ മലകളാണ്. ഈ ആവറോ ഡോണിയർ എയർക്രാഫ്റ്റിലും കൂടെ ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ പറന്ന് ആ റൺവേ അപ്രോച്ച് എടുക്കും. അപ്പം ഞാൻ അന്ന് ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് തീരും, ഇന്ന് തീരും. ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ ഈ വിങ് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് ഇത് തലയും കുത്തി വീണ് പൊട്ടി പുറയിലുള്ള പാസഞ്ചറും ആ കൂട്ടത്തിൽ ഞാനും പോകും. പക്ഷെ ഇതുവരെ വീണിട്ടില്ല. എന്നാൽ അതിൻ്റെ മറുഭാഗമുണ്ട്, അതിമനോഹരമാണ്. കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി, കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി, സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം, ദൈവം ഇതെല്ലാം ഉളവാക്കി. ഇന്ന് സജിമാത്യു സഹോദരന് ഈ രാവിലെ ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം പറഞ്ഞത് ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ സൃഷ്ടിയുടെ മഹത്വം വർണ്ണിക്കാനായിട്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതേ നിലയിൽ ശാസ്ത്രീയമായി വർണ്ണിക്കാൻ എനിക്കറിയത്തില്ല, എന്നാൽ പറഞ്ഞാൽ മനസ്സിലാകും. എന്ത് ഭയങ്കരമായിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കാറുണ്ടോ? സൃഷ്ടിക്കുക മാത്രമല്ല, ദൈവം ഇവയെല്ലാം പരിപാലിക്കുന്നു. എത്ര ഭയങ്കരമാണ് ഇല്ലേ? അരി തീരുമ്പോൾ വീണ്ടും അരി വേണം, നമ്മുടെ വീട്ടിലെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. മീൻ തീരുമ്പോൾ മീൻ വേണം. എന്നാൽ ഈ സംവിധാനത്തിനുള്ള സകല കാര്യങ്ങളും ദൈവം പണ്ടേ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വാക്യത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ആസാഫ ഇതെഴുതുന്നത്. ആസാഫ് ഒരു മ്യൂസിഷ്യനായിരുന്നു, സംഗീത പ്രമാണിയായിരുന്നു. മ്യൂസിഷ്യൻ മാത്രമല്ല, ഈ വാസ് എ സിംഗർ ഓൾസോ. ഒരു പാട്ടുകാരൻ കൂടെയായിരുന്നു, പ്രൊഫഷണലായിരുന്നു. ആസാഫ് ഈ പാട്ട് സങ്കീർത്തനം പാടുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാണ് പ്രാരംഭമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആസാഫ് പ്രാരംഭമായി തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് ദൈവം മുൻപാകെ കൊണ്ടുവരികയാണ്. ആദ്യത്തെ വാക്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. അതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം ആസാഫിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ. ആസാഫ് ദൈവഭക്തനായിരുന്നു, എന്നാൽ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളാണ്. ഒന്നിനു പുറകിൽ ഓരോരോ പ്രശ്നങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമല്ലേ? നാം ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. പ്രശ്നങ്ങളിലും
ദൈവം ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ആ അറിവ് ആസാഫിനെ നിലവിളിയിലേക്ക് കൊണ്ടുപോയി. പ്രത്യാശയുടെ നിലവിളിയിൽ, ദൈവത്തിലുള്ള ഉറപ്പിൽ, ദൈവം ഉണ്ടെന്നുള്ളതായിരിക്കുന്ന ജീവിതാനുഭവത്തിൽ ആസാഫ് നിലവിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രയാസവേളകളിൽ ദൈവത്തോട് നാം നിലവിളിക്കേണ്ടതായിരിക്കും. ഈ 77-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത്, ഡേയ്സ് ഓഫ് ട്രബിൾ ഷുഡ് ബി ദ ഡേയ്സ് ഓഫ് പ്രയർ. ബുദ്ധിമുട്ടിൻ്റെ നാളുകൾ പ്രാർത്ഥനയുടെ നാളുകളായിരിക്കണം. ആർക്ക് വേണ്ടിയുള്ളതാ? ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാ. സഭയിൽ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ല, സഭയിൽ ഇപ്പോൾ സന്ദേശം നൽകുന്ന സജിക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിന്റെ പ്രതികൂല ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഡേയ്സ് ഓഫ് ട്രബിൾ ഷുഡ് ബിക്കം ദ ഡേയ്സ് ഓഫ് പ്രയർ. ഇത് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകേണ്ട, ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാനപരമായിരിക്കുന്ന സത്യമാണ്. സത്യം മാത്രമല്ല, തത്വമായിരിക്കും. ഇതിൽ എത്ര പേര് ദൈവത്തോട് നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നു? പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ സുബോധമുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ ആസാഫിന് തൻ്റെ പ്രതീക്ഷ പോലുള്ളതായിരിക്കുന്ന മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം മറുപടി തരുവാൻ ദൈവം നമ്മോട് വിശ്വസ്തൻ തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എൻ്റെ നിലവാരത്തെക്കാട്ടിൽ വളരെ വലുതാണ്. എന്നാൽ അടുത്തറിയുന്നവർക്കറിയാം, ദൈവമേ, നീ അന്ന് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരുന്നത് കൊണ്ട് സ്തോത്രം. ഇത് എൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു, എന്നാൽ ലഭിച്ചില്ല. അന്ന് കുറച്ച് പ്രയാസമായിരുന്നു. അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ അത് കർത്താവേ ഇപ്പം തന്നെ മനസ്സിലായി, യെസ്, അത് നിന്റെ വഴി എൻ്റെ ചിന്തയ്ക്ക് അതീതവും മെച്ചപ്പെട്ടതുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പല പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് അവിടെ മറുപടി ലഭിച്ചില്ല. കിട്ടിയോ? പ്രതീക്ഷിച്ച മറുപടി അല്ല അപ്പോസ്തലന് കിട്ടിയത്. എന്നാൽ പ്രതീക്ഷയുടെക്കാട്ടിൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ദൈവകൃപ അങ്ങ് കൊടുത്തു. ദാറ്റ് കവേഴ്സ് എവ്രിതിങ്. എവ്രിതിങ് മീൻസ് എവ്രിതിങ്. എല്ലാം പരിപാലിക്കപ്പെടുന്ന കൃപയിലേക്ക് അപ്പോസ്തലനെ കൊണ്ടെത്തിച്ചു. അപ്പോസ്തലൻ അതുകൊണ്ട് പിന്നെ പരാതി പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സാത്താനെ തന്നെ കുത്തുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി. എന്നാൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടിയും ലഭിച്ചു. പ്രതീക്ഷിച്ച മറുപടിയല്ല, പ്രതീക്ഷിച്ചതിൽ മെച്ചമായ മറുപടി ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആസാഫ് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. 3 വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു. 6 ചോദ്യങ്ങൾ. യഹോവേ, അവന്റെ ദയ സദാകാലത്തേക്കും പൊയ്പോയോ? അവന്റെ വാഗ്ദത്തം തലമുറയോളം ഇല്ലാതായിപ്പോയി. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ്. ദൈവം അചഞ്ചലനാണ്. ഗതിഭേദം കൊണ്ട് ആച്ഛാദനം
സംഭവിക്കാത്തവനാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല. അത് ആസാഫ് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എന്നെക്കാട്ടിൽ കൂടുതൽ മനസ്സിലായി. ദൈവഭക്തനായിരുന്നുകൊണ്ട് മെച്ചപ്പെട്ട ഭക്തിയുള്ള ജീവിതം നയിച്ചതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത്, ദൈവത്തോട് ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നാറില്ല. കർത്താവേ, കാരണം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. കർത്താവെ, ഞാൻ ഈ പൊടിയാ, അതും എനിക്കറിയത്തില്ല. സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നത്, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം പൊടിയെന്ന്, സജി പൊടിയാണെന്ന് സജിക്കറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. ഈ സജി മാത്യു സഹോദരന് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ പണ്ട് കേട്ട സാക്ഷി ഇപ്പോൾ തന്നെ പറയും, he made so many bombardment to the heaven. വലിയ വിസ്ഫോടനങ്ങൾ സ്വർഗത്തിൽ. എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ മറുപടി കുറച്ചൊക്കെ ഇപ്പം മനസ്സിലായി കാണും. ബാക്കി ഇനി സ്വർഗത്തിലെത്തുമ്പോൾ മനസ്സിലാകും എന്നുള്ളത് നിസ്തർക്കമായിരിക്കുന്ന വിഷയമായിട്ട് ഇരിക്കും. ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ ഞാൻ ഓർക്കും, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും. യഹോവയുടെ പ്രവൃത്തികളെ ഓർക്കും, പണ്ടത്തെ കാര്യങ്ങളെ ധ്യാനിക്കും. I will remember. ഞാൻ ഈ വാക്യം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ, ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ ഓർത്തു, ഈ ഓർക്കുക എന്നുള്ളത് പട്ടിക്ക് വല്ല പശുവിനൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ സുവോളജിയിലൊക്കെ നല്ല ബിരുദമെടുത്ത സഹോദരന്മാരുണ്ട്, എനിക്കറിയാം. അതെല്ലാം ജന്മവാസനയാണ്. ഇവിടെ നമ്മളൊരു പട്ടിയെ വളർത്തുകയാണെങ്കിൽ അതിൽ ഓടിച്ചെന്ന് കുറച്ചാൾ നിന്നാൽ അത് തന്നെ ഓടി ഇവിടെ വരും. അത് ഓർമ്മയിൽ നിന്നല്ല വരുന്നത്, ജന്മവാസനയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക ഗുണവിശേഷമാണ് ഓർക്കുക എന്നുള്ളത്. അത് ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഗുണവിശേഷമാണ് ഓർക്കുവാൻ കഴിയുക എന്നുള്ളത്. ദൈവം ഓർക്കുന്നവനാണ്. ഓർമ്മ കുറവുള്ളവനല്ല, കുറയും സാധ്യതയുള്ളവനുമല്ല. ദൈവത്തിന് ഓർമ്മയുണ്ട്. അത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചപ്പോൾ ആ ഓർമ്മ എന്നുള്ള ആ വലിയ നന്മ ദൈവം നമ്മിലേക്ക് തന്നിരിക്കും. അതുകൊണ്ട് ആസാഫിയോട് പറയുകയാണ്, ഞാൻ ഓർക്കും. മാത്രമല്ല, ഒരു ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളായ നാം ഓർത്തിരിക്കണം. We have to determine ourselves to remember the past. നാം പഴയതിനെ ഓർക്കുവാനുള്ളതായിരിക്കുന്ന തീരുമാനത്തിലായിരിക്കണം അനുദിനം ജീവിപ്പാൻ, മറന്നു പോകുവാനല്ല. ഇത് ഇന്ന് നാം ചെയ്തത് ഈ ഓർമ്മയുടെ ശുശ്രൂഷയാണ്. നാം ഓർക്കണം, യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഓർമ്മയുടെ ശുശ്രൂഷയാണ്. അതുപോലെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെ ഓർക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഓർക്കണം എന്നുള്ളതായിരിക്കുന്ന തീരുമാനങ്ങൾ അനുദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെന്തെങ്കിലും ദോഷമായി ചെയ്താൽ അത് പലപ്പോഴും പലരും മറക്കാറില്ല, ഓർക്കും. എടുത്തെടുത്ത് ഇങ്ങനെ ചുടഞ്ഞു പറയും. എന്നാൽ ഓർക്കേണ്ടതൊക്കെ ഓർക്കണം. ഇവിടെ ആസാഫ് പറയുകയാണ്, ഞാൻ നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദൈവഭക്തൻ ഈ വാക്യത്തെക്കുറിച്ചൊരു ഭാഗം ഇങ്ങനെ ഒരു നിർവചനം തന്നിട്ടുണ്ട്. മെമ്മറി സപ്ലൈസ് the colors with which hope paints her trust pattern
ഞാൻ എൻ്റെ മലയാളം ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓർമ്മകൾ നിറം നൽകുന്നു, അതിലെ പ്രതീക്ഷകൾ ആശ്രയത്തിൻ്റെ രൂപരേഖ വരയ്ക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നാം ഓർക്കണം. അതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് ധ്യാനിച്ച്, നന്ദിയുള്ള ഹൃദയം മാത്രമല്ല, ആശ്രയബോധത്തിൻ്റെ രൂപരേഖ എന്ന് പറഞ്ഞാൽ, കർത്താവേ, ആശ്രയിക്കാൻ നീ കൊള്ളാവുന്നവനാണ്, നിന്നിൽ തന്നെ ഞാൻ ആശ്രയിക്കുമെന്നുള്ളതായിരിക്കുന്ന ഡിറ്റർമിനേഷൻ. എന്തു വന്നാലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. നിന്റെ പണ്ടുള്ളതായിരിക്കുന്ന സംഭവങ്ങളെ ഞാൻ ഓർക്കും. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യാവശ്യം അനുവർത്തിക്കേണ്ടതായിരിക്കുന്ന കാരണം. വേറൊരു ഭക്തൻ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റോടെ വായിക്കാം. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യുവർ ഡീഡ്സ്, വർക്ക്സ് എന്നൊക്കെ പറയാം. എനിക്ക് നിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ്. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഈ ചെറിയ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും നീ ചെയ്ത പ്രവൃത്തികളെ എനിക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് കഴിയാതെ വണ്ണം വലുതായിരുന്നു. ഈ സങ്കീർത്തനത്തിൽ വ്യക്തിപരമായിരിക്കുന്ന അനേക കാര്യങ്ങളും താൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും വചനത്തിലെ കാര്യങ്ങളും ആസാഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യത്തിൽ ദൈവം സകലവും സൃഷ്ടിച്ചു. സകലവും എന്ന് പറയുമ്പോൾ സകലവും സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. അതെ, ഒരു വാക്യമുണ്ട്, കാക്കയ്ക്കും കരയുന്ന കാക്കയ്ക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുക. കരയുന്ന കാക്കയ്ക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം. ഞാൻ പല ഭാഷാന്തരം എടുത്തു നോക്കി, ഇംഗ്ലീഷിൽ തന്നെ. എന്നാൽ ഏറ്റവും നല്ല ഭാഷാന്തരമായിട്ട് എനിക്ക് മനസ്സിലായത് മലയാളത്തിലെ ഭാഷാന്തരമാണ്. അതതിൻ്റെ ആഹാരം, അത്രയും നല്ലൊരു പദം ഇംഗ്ലീഷിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ കരുതലിൻ്റെ വലിപ്പം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വ്യാപ്തി അതിഭയങ്കരമായി. എഫേസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ബഹുവിധമായ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് മാനിഫോൾഡ് വിസ്ഡം. ആ മാനിഫോൾഡിൻ്റെ അതിനെ എങ്ങനെ വകതിരിച്ച് വിശദീകരിക്കാനായിട്ട് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ അങ്ങനെ തന്നെ അതങ്ങ് വിശ്വസിക്കുകയാണ്. കർത്താവ്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ദൈവം മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. യഹോവയുടെ പ്രവൃത്തികൾ വളരെയാണ്, പെരുകിയിരിക്കുന്നു എന്ന സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 104-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ സീക്ക് ദ ലോർഡ് ആൻഡ് ഹിസ് സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ കഴിവ്, ബലത്തെ നാം അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിപ്പം, അതിൻ്റെ കോംപ്ലിസിറ്റി ദൈവത്തിൻ്റെ ചെറിയ പ്രവൃത്തിയിലും കാണുവാനായിട്ട് കഴിയും. ഈ ബാലസംഘത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നവരെ ടി കെ സമൽ സാറിനെ അറിയാമായിരിക്കുമല്ലോ. എന്നെക്കാട്ടിൽ എൻ്റെ പ്രായമുള്ളവർ, എന്നെക്കാട്ടിൽ കൂടുതൽ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ടി കെ സമൽ സാറ് ഒരു പാട്ട് ഞാൻ ബാലസംഘത്തിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ചിലരൊക്കെ അറിയാം. കൊച്ചു റോസ പുഷ്പമേ ഇത്ര ഭംഗി തന്നതാർ സ്വർഗതാതൻ, കൊച്ചു മിന്ന മിന്നുങ്ങെ കൈവിളക്കു തന്നതാർ സ്വർഗതാതൻ. അല്ലയോ റോസപ്പൂവേ, ഇത്ര ഭംഗി ഇതാരാ തന്നത്? ബാലസംഘത്തിലന്ന് ബാലനായിരുന്നപ്പോൾ പാടാനൊക്കെ നല്ല രസമായിരുന്നു. ഒരു റോസാപ്പൂ എടുത്താൽ ദൈവത്തിൻ്റെ ഒരു ചെറിയ സൃഷ്ടിയാണ്, അല്ലേ? എന്നാൽ അതിൻ്റെ മൃദുലത, ആ എതളുകളുടെ മൃദുലത, അതിൽ നിന്ന് ഉളവാകുന്ന സുഗന്ധം, എത്ര മനോഹരം! ഒരു മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അതുപോലെ ഒരു റോസാപ്പൂവിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല.
ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ലീല ഹോട്ടലിൽ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് നടന്നു. വലിയ കാശുള്ള ടീമാണെന്നും അവിടെ അങ്ങോട്ട് കയറി അവിടെ തൊട്ട് ആ സമുദ്രത്തിൻ്റെ സൈഡിൽ അവിടെ മുഴുവനങ്ങ് പൂക്കളാണ്. അപ്പം ഞാൻ വന്നപ്പോൾ കാശുള്ള ടീമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നൊക്കെ ഞാൻ ആ പൂവിനെയൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കി. ഈ കാഴ്ച പിന്നെ പിടിച്ചു നോക്കിയപ്പോൾ കുറച്ച് മൃദുലതയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് മണപ്പിച്ച് നോക്കാം. മണപ്പിച്ച് നോക്കിയപ്പം മണമൊന്നുമില്ല. അത് ആർട്ടിഫിഷ്യൽ പൂവാണ്. അതിൻ്റെ പൂക്കളുടെ കാര്യമല്ല പറയുന്നത്. റോസപ്പൂവ് ദൈവത്തിൻ്റെ സൃഷ്ടി, അത് മനുഷ്യ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി ചെറിയ കാര്യങ്ങളിലും എത്രയോ ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരുവാനായിട്ടിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റെവലേഷൻസ്. വെളിപ്പാടുകളുടെ ദൈവമാണ്. ഈ വെളിപ്പാട് ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ ഈ അളവറ്റ വലിപ്പവും ഈ ബുദ്ധിയുടെ പൂർണ്ണതയുമൊക്കെ ഏതെങ്കിലും നിലയിലൊക്കെ വെളിപ്പെടുത്തുന്നത് ആർക്കാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക്. ഈ 77-ാം സങ്കീർത്തനം പഴയ നിയമത്തിലെ ചരിത്രങ്ങളാണ്. അവിടെ മോശയുടെ അഹരോന്റെയും കാര്യം ഒടുവിലത്തെ വാക്യത്തിലുണ്ട്. മോശയും അഹരോനും. ഞാൻ ഒരു ചെറിയ വേദപുസ്തകത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തും. ദൈവം തൻ്റെ ബലവും തൻ്റെ മഹത്വവും തൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പവുമൊക്കെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഭക്തന്മാർക്കാണ്. ദൈവത്തിൻ്റെ വലിയ ഭക്തന്മാരാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ദൈവം വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തും. ഒറ്റ ഉദാഹരണം പറയാം. മോശയുടെ കാര്യമല്ല നമ്മളോട് പറഞ്ഞു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, അല്ലേ? ഒരു വടിയുണ്ടായിരുന്നു. അത് അഹരോന്റെ വടി ആയിരുന്നു. അത് ആടിനെ തീറ്റാൻ വേണ്ടി, മേയിക്കാൻ വേണ്ടി ഉപയോഗിച്ച വടിയാണ്. പിന്നത് മോശയുടെ കയ്യിലായി. വേദപുസ്തക ചില പരാമർശങ്ങളെ പിന്നത് ദൈവത്തിൻ്റെ വടി എന്നുള്ള നാമവിശേഷം കൂടെ അതിനായി. ആ വടിക്ക് എന്തോ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആ വടിക്ക് കേവലം ഒരു ഉണങ്ങിയ കമ്പ്, ഇല്ലേ? കുറച്ച് നീളമുണ്ടെന്നേ ഉള്ളൂ. അറ്റത്തൊരു വളവും കാണും. അല്ലാതെ അതിന് ആകർഷകത എന്തെങ്കിലും ആർക്കെങ്കിലും കാണുവാനായിട്ട് കഴിയുമോ? ഒരാകർഷതയുമില്ല. ഒരു സാധാരണ ഇടയൻ്റെ വടി. വില വല്ലതും ഉണ്ടോ? ഒരു വിലയുമില്ല. എന്നാൽ ഈ ഫറവോന്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു, ചെങ്കോൽ. അതിന് മനോഹാരിതയുണ്ട്, അതിന് വിലയുണ്ട്. പലരും അതിലേക്ക് തങ്ങളുടെ ആകർഷകത കൊണ്ടുപോകും. എന്നാൽ ഈ മോശയുടെ വടിയിലേക്ക് ഒരു മനുഷ്യനും, ഈവൻ ഇസ്രയേൽ ജനം പോലും വേണ്ട പ്രാധാന്യം അതിന് കൊടുത്തായിട്ടൊന്നും നാം തിരുവഴുത്തിൽ വായിക്കുന്നു. എന്നാൽ ആ വടിയെ കൊണ്ട് ദൈവം എന്ത് പ്രവർത്തിപ്പിച്ചു, ഇല്ലേ? ആ വടി ദൈവം പറഞ്ഞു ഒന്ന് നീട്ടാൻ പറഞ്ഞു. ഇന്ന് ആ ഭാഗത്തിന് ആ പാട്ടിൻ്റെ ഒരു ഭാഗം, ആ ആശയത്തിൻ്റെ ഒരു ഭാഗം വരുന്നൊരു പാട്ട് വന്നു. ചെങ്കടലിനെ 2 വിഭാഗിച്ചു ആ വടി കൊണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച, പ്രയോജനപ്പെടുത്തിയ ഒരു വടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ വെളിപ്പെടുത്തും. മാത്രമല്ല, നിസാരമായ കാര്യത്തിലൂടെ, കേവലം ഒരു വടിയിലൂടെ ചെങ്കടലിനെ 2 വിഭാഗിച്ചു. മോശേ, നീ എന്തിനാ ഈ കരയുന്നേ കിടന്ന്? നീ എന്തിനാ നിലവിളിക്കുന്നത്? ഇവരുടെ വാക്കുകൾ കേട്ടാണോ? നിന്റെ കയ്യിലൊരു വടിയില്ലേ? ഒന്നുപയോഗിക്ക്, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കാൻ. ചെങ്കടല് 2 വിഭാഗിക്കപ്പെട്ടു, അല്ലേ? വിഭാഗിക്കപ്പെട്ടു. ഞാൻ ഭാവനയിൽ ഞാൻ വായിച്ചതൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ഫറവോനും സൈന്യവും ഈ രഥത്തിലൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഫറവോനും കൂട്ടരും എങ്ങനെയോ അറിഞ്ഞു, ഇതാ അവരെ പിടിച്ചോണ്ട് പാനായിട്ടാണ് വന്നത്. അല്ലേല് ഇവരെ വെള്ളത്തിലിറക്കി, വെള്ളത്തിൽ ചാടിച്ച് കൊല്ലണം. അപ്പോൾ ആരോ പറഞ്ഞു കാണുമായിരിക്കും, മോശ ആ വടിയെടുത്തൊന്ന് കാണിക്കുന്നേ കണ്ടു.
ഇതാ കാറ്റും കോളും ഇടിമിന്നലും എല്ലാം കൂടെ വന്നു. ഇതൊരു വലിയ ഉണങ്ങിയ നിലം വന്നു. ഒരു പക്ഷെങ്കിൽ ഇതിന് യാതൊരു ആധികാരികതയുമില്ല. ഈ ഫറവോന് ഈ വടിയെടുത്തൊന്ന് കാണിച്ചു കാണും, എന്നാൽ ഇത് അടുത്ത പ്രാവശ്യം വെള്ളം ഒന്ന് മുങ്ങട്ടെ, അല്ലെങ്കിൽ വേറൊരു വഴി കൂടിമാരെ അപ്പുറത്ത് കയറി പിടിക്കാം. ചെയ്തോ ഇല്ലോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കാണിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ചെറിയ കാര്യത്തിനും ദൈവം വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയും. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ചിന്ത അവസാനിപ്പിക്കാം. ഒടുവിലത്തെ വാക്യങ്ങൾ: ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. താഴെ: മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി. ഈ സംഭവം എവിടുത്തെയാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ അതേ സംഭവമാണ്. ദൈവം ഇവിടെ ആസാഫ് പറയുകയാണ്, ഞാൻ നിന്റെ പണ്ടത്തെ പ്രവർത്തികളെ ഓർക്കും. ഐ വിൽ റിമെമ്പർ, ഐ വിൽ മെഡിറ്റേറ്റ് ആൻഡ് ഐ വിൽ ടോക്ക്. അവിടെ 3 ഭാഗങ്ങൾ ആ വാക്യത്തിൽ കാണുന്നുണ്ട്. ഐ വിൽ റിമെമ്പർ, ഞാൻ ഓർക്കും. ഐ വിൽ മെഡിറ്റേറ്റ്, ഞാൻ ധ്യാനിക്കും. ഐ വിൽ ടോക്ക്, ഞാൻ സംസാരിക്കും. ഇവിടെ ആസാഫ് പറയുകയാണ്, പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ. എക്സാജറേഷൻ അല്ല കേട്ടോ. ആസാഫ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ആസാഫിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ വിശകലനം ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു. When the waters saw you, they were afraid. വേറെ പല പരിഭാഷകളുണ്ട്, നല്ല രസമാണ് വായിച്ചാല്. ദൈവത്തെ കണ്ട് വെള്ളം ഭ്രമിച്ചു. ദൈവം ഭ്രമിക്കുകയല്ല ചെയ്തത്, വെള്ളം ഭ്രമിച്ചു. കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. മാത്രമല്ല താഴെ കൊണ്ട് മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. മഴ പെയ്തു എന്നൊക്കെയാണ് ചില ഭക്തന്മാർ പറയുന്നത്. വലിയ ഇടിമുഴക്കം, ഭൂകമ്പമൊക്കെ ഉണ്ടായി. എന്ത് കാണിച്ചപ്പോഴാ? ഈ ഉണങ്ങിയ മോശയുടെ വടി ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഒന്ന് കാണിച്ചു. ദൈവം തന്റെ പ്രവൃത്തി ഈ ചെറിയ വടിയിലൂടെ പ്രദർശിപ്പിച്ചു. എന്തോ ഒരു വ്യതിയാനം ഉണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിപ്പാൻ ഇടയാകട്ടെ. ആസാഫ് തൻ്റെ കഷ്ടതയുടെ വേളകളിൽ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, പണ്ടുള്ള പ്രവൃത്തികളെ, ദൈവം തൻ്റെ വലിയ ബഹുവിധമായിരിക്കുന്ന ജ്ഞാനം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് ആസാഫ് ഓർക്കുകയാണ്. നമ്മുടെ പ്രവൃത്തിയും ദൈവം ഓർക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവൻ്റെ പ്രവൃത്തി അവനെ പിൻഗമിക്കും. വെളിപ്പാട് പുസ്തകത്തിലാണ്. നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരും. ക്രിസ്തീയ ജീവിതത്തിൽ പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത് ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയുടെ മുമ്പിൽ എൻ്റെ പുറകിലുള്ള ഉദ്ദേശം ദൈവം മുൻപാകെ ഭയങ്കരമായിട്ട് വിലപ്പെട്ടതാണ്. ഈ പ്രവൃത്തി എന്നെ പിൻഗമിക്കും. ദോഷമായിട്ടുള്ള ചിന്തയിലാണെങ്കിൽ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. അല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിലാണെങ്കിൽ അത് നന്മയ്ക്ക്, പ്രതിഫലത്തിന് കാരണമായിട്ട് തീരും. രക്ഷ വിശ്വാസത്താൽ സൗജന്യമാണ്, പ്രതിഫലം സൗജന്യമല്ല. പ്രതിഫലം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി അവിടെ ശോധന ചെയ്യും. ഞാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, കർത്താവേ ഞാൻ അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, ഒന്നും വേണ്ട, എല്ലാം വെളിവാകുവാനായിട്ട് പോവുകയാണ്. ഇനിയും അത്
ഭയാനകപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു മാഹാത്മ്യം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. സമയത്ത് തന്നെ നിർത്തും. KG കുര്യൻ അപ്പച്ചൻ ഒരിക്കൽ പ്രസംഗിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കുറുന്തോട്ടി ദൈവം സൃഷ്ടിച്ചാൽ. കുറുന്തോട്ടി എന്ന് പറയുന്നത് അറിയാമോ? മനുഷ്യ ശരീരത്തിൽ വാദം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് കുറുന്തോട്ടി. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറത്താണ്. മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സംവിധാനം, ആ വാക്കായിരിക്കും അതിന് ഏറ്റവും പ്രയോജനം, ഈ സന്തുലനാവസ്ഥ, സംവിധാനം, ഇതൊക്കെ അതിഭയങ്കരമാണ്. വീട്ടിൽ കൊതുക് കടിക്കുമ്പോൾ, ചെതലുള്ളപ്പോൾ പരാതി കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഒരു പ്രയോജനമില്ല, കൊതുക് കട്ടിച്ച് ചൊറിച്ചിലെല്ലാം വരും. ചെതൽ കയറി അത്യാവശ്യം അലമാരിക്കകത്തുള്ള പെട്ടിക്കകത്തുള്ള ബ്ലാങ്കറ്റും അതെല്ലാം നശിപ്പിക്കും. ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുക. ഞാൻ അതിനെ ആ നിലയിൽ കണ്ട് ആസ്വദിക്കാറുണ്ട്. കർത്താവേ, ഇതിൻ്റെ ആവശ്യമുണ്ട് ഈ വീട്ടിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ ആ സന്തുലനാവസ്ഥ പോകുകയില്ല. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സകല കാര്യങ്ങളും മുൻകൂട്ടി ഭംഗിയായി ചെയ്തു വച്ചിരിക്കുന്നവനാണ്. നമ്മുടെ ദൈവം എത്ര ഭയങ്കരനായിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് സൂക്ഷ്മതയോടെ ചെയ്യാം. ദൈവം തൻ്റെ പ്രവൃത്തി എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെ ആയിരിക്കും? പ്രതിഫലം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പാപത്തിന് ശിക്ഷ ദൈവം തരാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു വലിയ സമാധാനമുള്ളത്, പ്രവൃത്തിക്ക് സ്വർഗത്തിലോട്ട് എൻട്രി ഉണ്ട്, എന്നാൽ പാപത്തിന് സ്വർഗത്തിലോട്ട് എൻട്രി ഇല്ല. അവിടെ പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. പാപം പ്രവേശിക്കാനായിട്ട് കഴിയില്ല. ക്ഷമിക്കപ്പെട്ട പാപങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകുന്നില്ല എന്നുള്ളതും നാം ഓർക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അത് ഒരു വലിയ സമാധാനം നൽകുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അവയെ ഇല്ലായ്മ ചെയ്യണം. നാം ഈ ഗോസിപ്പിംഗ്, അതായത് ആവശ്യമില്ലാത്ത സംസാരമെന്ന് പറയുന്നതും ഒരു പ്രവൃത്തിയാണ്. അത് ദൈവം വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന കാര്യം ആയിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം നേടുവാനായിട്ട് നാം ഉള്ള പ്രവൃത്തി മാത്രം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭക്തന്മാരുടെ പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെയാണ് തൻ്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതാണ്, നമ്മുടെ ചെല്ലും. എന്നാൽ നമ്മുടെ പ്രവൃത്തി ഈ ഭൂമിയിൽ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായമായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധയോടെ ഓർക്കേണ്ടതായിട്ടിരിക്കും. നമ്മുടെ പാപപ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം, ശിക്ഷ നൽകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കുറച്ച് ആശ്വാസം നൽകുന്നതായിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ ഒരു കമൻ്റൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ നിർത്താം. D.L. മൂഡി എന്ന ഒരു ദൈവദാസൻ മനുഷ്യൻ്റെ പാപപ്രവൃത്തികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: പാപത്തിന് സ്വർഗത്തിലേക്ക് ദൈവമുൻപാകെ പ്രവേശനം ഇല്ല. പാപപ്രവൃത്തിക്ക് ദൈവം ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ സ്വർഗത്തിലെത്തുമ്പോൾ നൽകുകയില്ല. നന്മയുടെ പ്രവർത്തികൾ അതാണ്. D.L. മൂഡി എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഗോഡ് ഹാസ് കാസ്റ്റ് അവർ കൺഫസ് സിൻ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ സീ ആൻഡ് ഹി ഹാസ് പുട്ട് എ നോ ഫിഷിംഗ് സൈൻ ഓൺ ദ സ്പോട്ട്. ദൈവം നമ്മുടെ പാപങ്ങളെ ആഴമുള്ള സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്: നോ മോർ ഫിഷിംഗ് ഹിയർ.
ഇവിടിനിയും ആരും മത്സ്യം പിടിക്കാനായിട്ട് വരേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണത്. പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നാം അത് പറയണം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ആ നിലയിൽ ദൈവമുൻപാകെ വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ വിശുദ്ധി ഉള്ളവരായിട്ട് ജീവിക്കണം, ഭക്തിയുള്ളവരായിട്ട് ജീവിക്കണം. ദൈവം തൻ്റെ പ്രവൃത്തിയെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് പൂർണ്ണതയുള്ളതായിട്ട് ചെയ്തിരിക്കുന്നു. വേദപുസ്തകം മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വർണ്ണനയാണ്. ദൈവം തൻ്റെ പ്രവൃത്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും തെളിയിച്ചിരിക്കുന്നതും തൻ്റെ ഭക്തന്മാരിലൂടെയാണ്. വലിയ ഭക്തന്മാരിലൂടെ വലിയ പ്രവൃത്തി ദൈവം തെളിയിച്ചിരിക്കുന്നു. ഇന്നും ദൈവം ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ തെളിയിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദമായ യാഗമായി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നാളിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ അവിടെ ദൈവം ശോധന ചെയ്യും, പ്രതിഫലങ്ങൾ നൽകും. പാപത്തിൻ്റെ പ്രവൃത്തികൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട നാളുകളിൽ, എത്ര നാളെന്ന് അറിയത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാം, ഭക്തിയുള്ള ജീവിതം നയിക്കാം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യാം, വിശുദ്ധ ജീവിതം നയിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ ഇമ്പ വാക്കുകൾ കേൾപ്പാൻ ഈ സന്ദേശം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നിങ്ങളെക്കാൾ അധികമായിട്ട് എനിക്കിടയാക്കി തീർക്കട്ടെ. ദൈവം പാപങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നവനാണ്. നമ്മുടെ പ്രവൃത്തി ദൈവമുൻപാകെ ഏറ്റവും യോജിച്ചതായിരിക്കാൻ, അംഗീകാരമുള്ളതായിരിക്കാൻ, ചിന്തകൾ പോലും അങ്ങനെ ആയിരിക്കാൻ നമ്മുടെ സഭാജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തനങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുവാൻ ഈ വാക്കുകളാൽ ഇടയാകട്ടെ. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ.